إن الحمد لله نحمده ونستعين به ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم والخيل والبغال والحمير لتركبوها والزينة ويخلق ما لا تعلمون. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, തഖ്വ ഉള്ളവരായി ജീവിക്കണം എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു വലിയ വാഹന ദുരന്തമാണ് നമ്മൾ കേട്ടത്. അഹമ്മദാബാദിലെ 242 പേരുമായി പറന്നുയർന്ന എയർ ഇന്ത്യയുടെ വിമാനം, ബോയിംഗ് വിമാനം, ടേക്ക് ഓഫിന്റെ സമയത്ത് തന്നെ മിനിറ്റുകൾ കൊണ്ട് അപകടത്തിൽപ്പെട്ടു. 241 ആളുകളും മരണപ്പെട്ടു. ഭാഗ്യവശാൽ ഒരാള് രക്ഷപ്പെട്ടു. മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിന്റെ മുകളിൽ വീണതുകൊണ്ട് മെഡിസിന് പഠിക്കുന്ന 5 കുട്ടികളും മരിച്ചു. ഒരു നാടിനെ, രാജ്യത്തെ നടുക്കിയ ഒരു ദുരന്തമാണ്. യഥാർത്ഥത്തിൽ ഏത് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെ അവഗണനയോടുകൂടി കാണാൻ പാടില്ല എന്നതാണ് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട നിലപാട്. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വകമ്മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർളി യമുറൂന അലൈഹാ വഹും അൻഹാ മുഅരിദൂൻ. എത്രയോ ദൃഷ്ടാന്തങ്ങൾ മനുഷ്യരെ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ മനുഷ്യർ കണ്ടാലും യമുറൂന അലൈഹാ വഹും അൻഹാ മുഅരിദൂൻ, അവരത് അവഗണിക്കും. ഏത് അപകടങ്ങളാണെങ്കിലും അതിന്റെ കാരണങ്ങളെ നമ്മൾ അവഗണിക്കാൻ പാടില്ല. സർക്കാർ അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയാൽ തീർച്ചയായും എങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്ന് പഠിക്കും. പക്ഷി ഇടിച്ചിട്ടാണോ അതല്ല വേറെന്തെങ്കിലും തകരാറാണോ? പലരും പലതും പറയും. നെഗറ്റീവ് കമന്റുകളും ഉണ്ടാകും, പോസിറ്റീവ് കമന്റുകൾ ഉണ്ടാകും. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. ഒരു വാഹന അപകടം നടന്നാൽ ചിലർ പറയും ഭയങ്കര സ്പീഡിലാണ് പോകുക, അങ്ങനെ ഉണ്ടാവും. ചിലർ പറയും ഏതായിരുന്നാലും ആ മരിച്ചവരുടെ കുടുംബത്തിനൊക്കെ ഒരു സമാശ്വാസം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യാത്രയിൽ ഏറ്റവും സുരക്ഷിതമായ മാർഗമാണ് യഥാർത്ഥത്തിൽ വിമാനയാത്ര. അതുകൊണ്ട് ഭയപ്പെടേണ്ടതൊന്നുമില്ല. ഒരു വിമാനാപകടം നടന്നു എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് 100 കോടിയിലധികം ആളുകൾ പറന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് പുതിയ കണക്ക്. ആകാശത്താണ് 100 കോടി ആളുകൾ ആകാശത്താണെന്നാണ് പറയുന്നത്, ലോകത്ത്. അപ്പൊ അതിൽ നിന്ന് ഒരു 10-ഓ 300-ഓ ആളുകളൊക്കെയാണ് മരിക്കുന്നതെങ്കിൽ അതത്ര വലിയൊരു സംഭവമല്ല. യഥാർത്ഥത്തിൽ 65 വർഷമായിട്ട്, ഇന്നത്തെ പത്രത്തിൽ വായിച്ചതാണ്, 65 വർഷമായിട്ട് 19 വിമാന അപകടങ്ങളെ നടന്നിട്ടുള്ളൂ.
അതിലാകെ മരണപ്പെട്ടവര് 1400 ചില്ലാനം മാത്രമാണ്. ചിലപ്പോ റോഡ് അപകടങ്ങളൊക്കെ കൂടി കൂട്ടിയാൽ അതിലേറെ അപകടങ്ങൾ നടന്നിട്ടുണ്ടാവും. ബൈക്ക് അപകടങ്ങൾ മാത്രം നോക്കിയാൽ മതി. 65 കൊല്ലം കൊണ്ട് എത്ര ബൈക്ക് അപകടങ്ങൾ നടന്നിട്ടുണ്ടാവും, എത്ര ബസ് അപകടങ്ങൾ, ലോറി അപകടങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ മുഅ്മിനീങ്ങളായ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരപകടവും അവഗണിക്കാൻ പാടില്ല. അത് ഈവൻ സൈക്കിളാണെങ്കിൽ പോലും. കാരണം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവന് നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് വാഹനത്തെ പരിഗണിക്കേണ്ടത്. ഒരു വാഹനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അനുഗ്രഹമാണ്. അല്ലാഹു തആല അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. വൽ ഖൈല വൽ ബിഗാല വൽ ഹമീർ. പഴയ കാലത്ത് ചക്രങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിന്റെ മുമ്പ്, അല്ലെങ്കിൽ ചക്രങ്ങൾ കൊണ്ട് വാഹനങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അവര് മൃഗങ്ങളെ ഉപയോഗിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് എന്ന്. മൃഗങ്ങളെയാണ് യാത്ര ചെയ്യാൻ ഉപയോഗിക്കുക. ഒട്ടകം ഉപയോഗിക്കും, കുതിരകളെ ഉപയോഗിക്കും, കഴുതകളെ ഉപയോഗിക്കും. അത് രണ്ട് തരത്തിലാണ്. ഒന്ന് നിങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമാണ്. ഖുർആൻ പറയുന്നുണ്ട്, വൽ അൻആമ ഖലഖനാഹ വൽ അൻആം ഖലഖഹ ലക്കും ഫീഹാ ദിഫ്ഉൻ. നിങ്ങൾക്ക് ഈ കാലികളുടെ തൊലിയിൽ ഒരു ചൂടുണ്ട്. തണുപ്പ് കാലത്ത് നിങ്ങൾ അവരുടെ രോമങ്ങളൊക്കെ ഉപയോഗിച്ച് കമ്പിളിയും മറ്റും ഉണ്ടാക്കി നിങ്ങൾക്ക് ചൂടേകാൻ പ്രാപ്തമാണ് നിങ്ങളുടെ മൃഗങ്ങൾ. വമനാഫിഉ, വേറെയും ഒരുപാട് ഉപകാരങ്ങൾ കാലികളെ കൊണ്ട് നിങ്ങൾക്കുണ്ട്. നിലം പൂട്ടാൻ ഉപയോഗിക്കാം. അതുപോലെ വമിൻഹാ തഅകുലൂൻ, നിങ്ങൾക്ക് ഭക്ഷിക്കാം. മാത്രല്ല വതഹ്മിലു അസ്ഖാലക്കും, നിങ്ങളുടെ ഭാരങ്ങൾ ചുമക്കാം. ഇലാ ബലദിൻ ലം തകൂനു ബിബാലിഗിഹി ഇല്ലാ ബിശിഖിൽ അൻഫുസിന. ഒരു സ്ഥലത്തേക്ക് നിങ്ങളുടെ സാധനങ്ങൾ കൊണ്ടുപോകാൻ വളരെയധികം നിങ്ങൾ പ്രയാസപ്പെടും. അങ്ങനത്തെ സ്ഥലത്തേക്ക് പ്രയാസരഹിതമായി നിങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കാൻ സാധിക്കും. ഏറ്റിക്കൊണ്ടോണ പോലെയല്ലോ. ഒരു അറബിയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഉരുട്ടിക്കൊണ്ടാകാൻ നല്ല സുഖമാണ്. എല്ലാവരും വാങ്ങും. ഗൾഫിൽ നിന്ന് ഒരു അറബി, അർബാന എന്നൊക്കെ പറയും. അതിനു പകരം ഒട്ടകത്തെയും മൃഗങ്ങളെയും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. വൽ ഖൈൽ, കുതിരകൾ, ബിഗാൽ, കോവർ കഴുതുകൾ, ഹമീർ, കഴുതകൾ, ലിതർകബുഹാ, നിങ്ങൾക്കതിൽ യാത്ര ചെയ്യാം. വസീന, നിങ്ങൾക്കതൊരു അലങ്കാരമാണ്. വയഖ്ലുഖു മാ ലാ തഅലമൂൻ, അതല്ലാത്തതുമൊക്കെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു രണ്ട് കാര്യമാണ് വാഹനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് യാത്ര ചെയ്യാം, ചരക്കുകൾ കൊണ്ടുപോകാം, പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പറ്റും. വേണമെങ്കിൽ അറുത്ത് ഭക്ഷിക്കാം മൃഗങ്ങളാണെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു അലങ്കാരമാണ് എന്നാണ്. ആലോചിച്ച് നോക്കി, വാഹനം ഒരു അലങ്കാരമാണ്. ഏത് കാശില്ലാത്തവനും പെരയേറ്റുമ്പോ ഒരു പോർച്ചുണ്ടാക്കിയിടും. പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഒരു വാഹനം വാങ്ങുന്നു. അതൊരു അലങ്കാരമാണ്. അമ്മരത്തൊരു പോർച്ച്, അതിലൊരു വാഹനം, അതൊക്കെ ഒരു അലങ്കാരമാണ് മനുഷ്യന്. കുതിരനെയൊന്നും തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതൊരു അലങ്കാര ജീവിയാണ്. വീട്ടിന്റെ മുമ്പിൽ ഒരു കുതിര ഉണ്ടെങ്കിൽ നമ്മളെ വലിയ കാറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിർത്തിയ പോലെ നല്ലൊരു പ്രതീതിയാണ്, അലങ്കാരമാണ്. നമുക്കൊക്കെ അങ്ങനെ തന്നെ. നല്ലൊരു ബൈക്ക്, അത് ചിലരെ സംബന്ധിച്ചിടത്തോളം അതൊരു അലങ്കാരമാണ്. നല്ല കാറ് അതൊരു അലങ്കാരമാണ്. നല്ലൊരു പോർച്ച് വീടിന്റെ മുമ്പിൽ, വണ്ടിയില്ലെങ്കിലും വറകാണ് കൊടുത്തിരുന്നെങ്കിലും അതൊരു അലങ്കാരമാണ്. അപ്പൊ അതൊക്കെ മനുഷ്യനെ സംബന്ധിച്ച് അള്ളാഹ് പറയുന്നു വസീന, നിങ്ങൾക്കതൊരു അലങ്കാരം. അതുപോലെ തന്നെ വമിൻ ആയാതിഹി അൻ ഖലഖ, പിന്നെ അല്ലാഹു തആല പറയുന്നത് നിങ്ങൾക്ക് അൻആമുകളെ, കാലികളെ നിങ്ങൾക്ക് അല്ലാഹു തആല സൃഷ്ടിച്ചു. അത് വമിൻഹാ തഅകുലൂൻ അവലം യറൗ അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമൻ ഫഹും ലഹാ മാലികൂൻ. ഞാൻ നമ്മുടെ കൈകൾ കൊണ്ട് നിങ്ങൾക്ക് കാലികളെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. ഫഹും ലഹാ മാലികൂൻ,
അള്ളാഹ് സൃഷ്ടിച്ച ജീവികളെ നമ്മൾ ഉപയോഗപ്പെടുത്തി. വദല്ലൽനാഹാലഹും, ഞാൻ അതിനവർക്ക് കീഴ്പ്പെടുത്തി തന്നു. വമിൻഹാ റകൂബുഹും, അതിലാണ് അവർ യാത്ര ചെയ്യുന്നത്. വമിൻഹാ യഅ്കുലൂൻ, അതിൽ നിന്നാണ് അവർ ഭക്ഷിക്കുന്നത്. വലഹും ഫീഹാ മനാഫിഉ വമശാരിബ്, അതിൽ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അതിന്റെ പാല് കുടിക്കാം. അഫലാ, നിങ്ങൾക്ക് കാണുന്നില്ലേ സൂറത്ത് യാസീന്റെ അവസാന ഭാഗത്ത് അല്ലാഹ് ചോദിക്കാം, അവര് നന്ദി ചെയ്യുന്നില്ലേ? അഫലാ യശ്കുറൂൻ, നന്ദി ചെയ്യുന്നില്ലേ? ആലോചിച്ചു നോക്കൂ, അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ മനുഷ്യൻ എത്ര കഷ്ടപ്പെടും. അന്നത്തെ മൃഗങ്ങൾ പോട്ടെ, ഇന്നത്തെ ഇത്തരം വാഹനങ്ങളില്ലെങ്കിൽ ഒരു വീട് കയറ്റാൻ എത്ര പ്രയാസപ്പെടും. അങ്ങനെ എത്ര പ്രയാസപ്പെട്ടിരുന്നു. കാരണന്മാർക്കൊക്കെ അറിയാലോ, പഴയ കാലത്ത് വീടുണ്ടാക്കുന്ന പോലെയല്ല ഇന്ന്. അന്ന് ഒരു സാധനം കൊണ്ടുവരണമെങ്കിൽ, കല്ല് കൊണ്ടുവരണമെങ്കിൽ, മണല് കൊണ്ടുവരണമെങ്കിൽ, സിമന്റ് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ പ്രയാസപ്പെട്ടിരുന്നത് എത്ര അധികം പ്രയാസമാണ്. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, അല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാറ്റിലും അല്ലാഹു തആല ഇണകളെ സൃഷ്ടിച്ചു. വജഅല ലക്കും മിനൽ ഫുൽകി വൽ അൻആമി മാ തർകബൂൻ, നിങ്ങൾക്ക് കപ്പലും കാലികളും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. മാ തർകബൂൻ, നിങ്ങൾക്ക് യാത്ര ചെയ്യാം. കടലിൽ യാത്ര ചെയ്യാൻ കപ്പലുകൾ അന്ന് കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് യാത്രക്ക് സൗകര്യത്തിന് വേണ്ടിയാണ്. കരയിലാണെങ്കിൽ അന്ന് കാലികൾ ഉണ്ടായിരുന്നു എന്ന്. ലിതസ്തവു അലാ ളുഹൂരിഹി, നിങ്ങൾ അതിൽ കയറിയിരിക്കണം. സുമ്മ തദ്കുറൂ നിഅമത റബ്ബിക്കും ഇദസ്തവൈതും അലൈഹി, നിങ്ങൾ ആ വാഹനത്തിൽ പോകാൻ ഇങ്ങനെ കയറിയിരുന്നാൽ അള്ളാന്റെ നിഅമത്ത് നിങ്ങൾ ഓർക്കണം. മുതലാളി തൊഴിലാളി ഒന്നും വ്യത്യാസമില്ല. നമ്മളൊക്കെ വിചാരിക്കണം എന്താ വെച്ചാൽ വാഹനമുള്ളവനൊക്കെ മുതലാളിയാണ്. റേഷൻ കാർഡിൽ വരെ ചോദ്യമുണ്ട്, ഇരുചക്ര വാഹനം ഉണ്ടോ, 4 ചക്ര വാഹനം ഉണ്ടോ. അൽകഹ്ഫ് എന്നും നമ്മൾ ഓതി, അതിൽ പറയുന്നുണ്ട് അമ്മ സഫീനത്തു കാനത്തിലി ഗുലാമൈനി യതീമ അമ്മ സഫീനത്തു കാനത്തിലി മസാകീന യഅമലൂന ഫിൽ ബഹർ, കപ്പലുണ്ടായിരുന്നു പക്ഷെ മിസ്കീന്മാരായിരുന്നു അവരെന്നാണ്. വാഹനമുള്ളവരൊക്കെ മുതലാളിമാരാവണമെന്നില്ല. നമ്മൾ അൽകഹ്ഫിൽ ഓതിയിട്ടില്ലേ? മിസ്കീന്മാർക്കാണ് കപ്പല്, മിസ്കീന്മാർക്ക് ജോലി ചെയ്യാൻ. അപ്പൊ ചില എല്ലാ വാഹനവും അലങ്കാരത്തിന് വേണ്ടിയാവില്ല, ചിലത് ജീവിക്കാൻ വേണ്ടിയായിരിക്കും. ടാക്സി ഓടിക്കും, ഓട്ടോറിക്ഷ ഓടിക്കും, അതൊരു ജീവിത മാർഗമായിരിക്കും. ബസ് വാങ്ങും, അതൊരു ജീവിത മാർഗമായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും. എവിടെയാണെങ്കിലും തസ്തവു അലാ ളുഹൂരിഹി സുമ്മ തദ്കുറൂ നിഅമത റബ്ബിക്കും, ആരാണെങ്കിലും ശരി, ഏത് വലിയ മുതലാളി, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഏത് തൊഴിലാളിയാണെങ്കിലും വാഹനത്തിൽ കയറിയിരുന്ന ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. ഇദസ്തവൈതും അലൈഹി, നിങ്ങൾ അവിടെ ഇരുന്നാ തഖൂലു സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇന്നു മുതൽ ഇത് ഓർക്കാതെ ഒരാളും ഒരു സൈക്കിൾമ പോലും കയറാൻ പാടില്ല. ആലോചിക്കൂ, മനുഷ്യന്റെ പ്രതീക്ഷകൾ, ആഗ്രഹങ്ങൾ എത്ര പെട്ടെന്നാണ് പൊട്ടിത്തെറിച്ചു പോകുന്നത്. അത് വിമാനം തന്നെ വേണമെന്നില്ല, ചിലപ്പം ബൈക്കാവാം. കുറച്ചു ദിവസം മുമ്പ് ഒരു അപകടം നടന്നു കൊപ്പത്ത്. ചായപ്പീടികൾക്കുള്ള സാധനം വാങ്ങാൻ പോയ ആളാണ്. പ്രത്യേക പരിക്കുകളൊന്നുമില്ല. പോയി നോക്കുമ്പോൾ പെട്ടെന്ന് മരിച്ചുപോയി. പ്രതീക്ഷകൾ അസ്തമിക്കാൻ, ബിസിനസ് ഒക്കെ തകരാൻ, എല്ലാം താറുമാറാകാൻ. പക്ഷേ അല്ലാഹു തആല നിശ്ചയിച്ച പ്രതിഫലമെങ്കിലും കിട്ടും. അല്ലാഹനെ ഏൽപ്പിച്ച് സുമ്മ തദ്കുറൂ നിഅമത റബ്ബിക്കും ഇദസ്തവൈതും അലൈഹി, നിങ്ങളൊന്ന് നേരെ കയറിയിരുന്നാൽ റബ്ബിന്റെ നിഅമത്ത് നിങ്ങൾ ആലോചിക്കണം. ആലോചിച്ച് നോക്കൂ, ഒരു വാഹനം നമുക്ക് ലഭിച്ചത് അല്ലാഹന്റെ നിഅമത്താണ്. നമ്മൾ വിചാരിച്ചാൽ അങ്ങനെ ഒരു വാഹനം കിട്ടൂല, ചിലപ്പോൾ നിഅമത്താണ്. അല്ലാഹു അനുഗ്രഹിച്ചില്ലെങ്കിൽ മൃഗങ്ങൾ പറഞ്ഞാൽ കേൾക്കൂല, തുമ്പർ കളിച്ചു പായും. എന്നിട്ട് പറയണം സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, ഇത് എനിക്ക് കീഴ്പ്പെടുത്തി തന്ന പടച്ചതമ്പുരാന് സർവസ്തുതിയും പരിശുദ്ധനാണ്. കേറാൻ നേരത്ത് ഒട്ടകത്തിന് കിട്ടണില്ല, കേറാൻ നേരത്ത് കുതിര പറഞ്ഞാ കേൾക്കണില്ല. എന്തു ചെയ്യും? അല്ലാഹ് കീഴ്പ്പെടുത്തി സ്റ്റാർട്ടാക്കി വണ്ടി ഓടിച്ചു, ബ്രേക്ക് കിട്ടണില്ല. ആലോചിച്ചു, ബ്രേക്ക് കിട്ടണില്ല. നമ്മൾ ചവിട്ടുമ്പോ എല്ലാ സംവിധാനമുണ്ട്, ഏത് ബ്രേക്ക് ആവട്ടെ, നമ്മൾ ബ്രേക്ക് ചവിട്ടി ആ സമയത്ത് ബ്രേക്ക് ചവിട്ടുമ്പോ വണ്ടി നിന്നില്ല എങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ,
നമ്മളൊക്കെ വാഹനം ഓടിച്ചു പോകുന്നവരാണ്. ബ്രേക്ക് ചവിട്ടിയിട്ട് വണ്ടി നിൽക്കില്ല. അള്ളാഹ് കീഴ്പിടിച്ച് തരാൻ ചെറിയ പോയിന്റുകൾ മതി അത് പഴക്കാൻ. അപ്പൊ പറയണം, ഒന്ന് മാറി ചവിട്ടിയാൽ മതി, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ തകരാറുണ്ടായാൽ മതി. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ. ഒരു വാഹനത്തിൽ നമ്മൾ കയറിയിരുന്ന ബസ്സാവട്ടെ, തീവണ്ടി ആവട്ടെ, വിമാനമാവട്ടെ, പൈലറ്റ് ആവട്ടെ, ഡ്രൈവർ ആവട്ടെ, ഓട്ടോറിക്ഷ ആവട്ടെ, സൈക്കിൾ ആവട്ടെ, ഞാൻ വിചാരിക്കുമ്പോ അത് നിൽക്കണം, ഞാൻ വിചാരിക്കുമ്പോ അത് സഞ്ചരിക്കണം. വേണ്ടേ? നമ്മൾ നിയന്ത്രിക്കണ്ടേ? അപ്പൊ അവിടെ പറയണം, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. എനിക്കതിനെ കീഴൊതുക്കാൻ കഴിയുമായിരുന്നില്ല, ഞാൻ വിചാരിച്ച നടക്കൂല. അള്ളാന്റെ അപാരമായ തൗഫീഖാണ്. മോട്ടോർ സൈക്കിളൊക്കെ പോണ കുട്ടികൾ ആലോചിക്കണം, നിലം വിട്ട് പാറുന്നവർ അല്പം ആലോചിക്കണം. വിമാനത്തിൽ അഹങ്കരിച്ച് കയറുന്നവർ പിന്നെ ആലോചിക്കണം. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഞങ്ങൾ ചിലപ്പം റബ്ബിലേക്ക് പോകേണ്ടവരാണ് ഞങ്ങളൊക്കെ. ചിലപ്പം ഇതൊന്നും നേരെ കീഴൊതുങ്ങിയില്ലെങ്കിൽ, ഇനി കീഴൊതുങ്ങിയാലും ഇല്ലെങ്കിലും ഇപ്പൊ നമ്മളൊരു യാത്ര പോവുകയാണ്, ഇനി ഒരു അവസാനത്തെ യാത്ര നമുക്ക് പോകേണ്ടതുണ്ട് എന്ന ഓർമ്മ എപ്പോഴും വേണം. ചിലപ്പോ ബൈക്ക് എടുത്ത് പള്ളിയിലേക്ക് വന്നതായിരിക്കാം, അത് നേരെ പള്ളിക്കാട്ടിലേക്കുള്ള യാത്രയാകാം. വിമാനം കയറി UK-യിലേക്കോ ലണ്ടനിലേക്കോ പോയതായിരിക്കാം അനേകം പ്രതീക്ഷകളുമായി. അത് വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, അത് റബ്ബിലേക്കുള്ള മടക്കമായേക്കാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനം കയറുമ്പോ പ്രത്യേകമായ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഇവിടുന്ന് ഹജ്ജിന് പോകുമ്പോൾ മാത്രമല്ല, നമ്മുടെ ആളുകൾക്ക് ഹജ്ജിന് പോകുമ്പോൾ അതൊക്കെ ചൊല്ലിപ്പടിക്കല്. ഹജ്ജിന് പോകുമ്പോഴല്ല, വീട്ടിൽ നിന്ന് വാഹനം എടുത്ത് പള്ളി പോരുമ്പോഴും പ്രാർത്ഥിക്കണം. ഏത് ചെറിയ വാഹനമാണെങ്കിലും വലിയ വാഹനമാണെങ്കിലും പ്രാർത്ഥിക്കണം. ചില എയർലൈൻസുകളൊക്കെ ആ ദുആ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സൗദി എയർലൈൻസ്, ഖത്തർ എയർലൈൻസ് ഒക്കെ അത് റെക്കോർഡ് ചെയ്തിട്ട് കേൾപ്പിക്കും. കേൾപ്പിച്ചാലും കേൾപ്പിച്ചിട്ടില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകുമ്പോ ഒട്ടകത്തിന്റെ വാഹനത്തിന്റെ മുകളിൽ ഇരുന്നാൽ, അതാ ശ്രദ്ധിക്കേണ്ട കേട്ടോ. ഇനി സുന്നത്ത് കൂടിയിട്ട് വണ്ടി നിർത്തിയ നിക്കറെല്ലാം നിൽക്കണ്ട, വണ്ടി നിർത്തിയിട്ട് കയറുമ്പോഴല്ല ചെല്ലുക. പുസ്തകത്തിലൊക്കെ അങ്ങനെയാണ്, വാഹനം കയറുമ്പോ ബസ് നിർത്തിയിട്ടൊക്കെ പാടെ ചെല്ലാൻ നിന്ന ബസ് അതിന്റെ വഴിക്കോ, അങ്ങനെയല്ല. അത് തെറ്റിദ്ധാരണയാണ്. ബസ്സാണെങ്കിൽ ബസ്സിൽ കയറിയിരുന്ന് സ്റ്റാർട്ടാക്കി പോകുമ്പോഴാ ചെല്ലുക. ബൈക്കാണെങ്കിൽ ബൈക്കുമൊക്കെ കയറിയിരുന്ന് സ്റ്റാർട്ടാക്കി ഇങ്ങനെ പോക്ക് തുടങ്ങുമ്പോഴാണ് ചൊല്ലേണ്ടത്. വാഹനമാണെങ്കിൽ കാറാണെങ്കിലൊക്കെ സ്റ്റാർട്ടാക്കിയിട്ട് അതിങ്ങനെ പോക്ക് തുടങ്ങുമ്പോ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 3 തവണ. പിന്നെ ഈ ആയത്ത് സൂറത്ത് സുഖ്റുഫിൽ ആയത്ത്, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ആലോചിക്കുക പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫീ സഫരി അല്ലെങ്കിൽ സഫരിനാ ഹാദാ, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വാ. പടച്ചോനെ, ഈ യാത്രയിൽ പുണ്യം തരണേ, തഖ്വ തരണേ. പല ആളുകളും കള്ളുകുടിയന്മാരായി മാറുന്നത്, മയക്കുമരുന്നിന് അഡിക്റ്റ് ആകുന്നത്, ചിലപ്പോഴെങ്കിലും തണുപ്പുള്ള സ്ഥലത്തേക്ക് സുഹൃത്തുക്കളുമായുള്ള ടൂറിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പല കോളേജ് വിദ്യാർത്ഥികളും പെട്ടുപോകാറുണ്ട്, അധ്യാപകരുണ്ട്. അങ്ങനെ ഒരു നിയമം പോലെയുണ്ട്, തണുപ്പുള്ള സ്ഥലത്തേക്കൊക്കെ ടൂറ് പോയാൽ കുറച്ചൊക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഡ്രഗ് ഉപയോഗിക്കും. അല്ല, അൽ ബിർറ വത്തഖ്വാ. നിസ്കാരത്തിന് അള്ളാഹ് അളവ് തന്നിട്ടുണ്ട്, ജമ്മും കസറൊക്കെ ആക്കാം. പക്ഷെ നമുക്ക് തഖ്വയുണ്ടാവണം. അനാവശ്യമായ പലതും സംഭവിക്കാം. അനാവശ്യമായത് കാണുമ്പോ അത് ആസ്വദിക്കാൻ നിൽക്കാൻ പാടില്ല. തഖ്വ തരണം, പുണ്യം തരണം. വമിനൽ അമലി മാ തർലാ. പടച്ചോനെ, നീ തൃപ്തിപ്പെടുന്ന അമല് ചെയ്യാനും തൗഫീഖ് തരണം എന്നാണ്. ചിലപ്പം ചില അമലുകളൊക്കെ ജമ്മും കസറും ഉണ്ടെങ്കിൽ പോലും ചില ആളുകള് യാത്രയാണെങ്കിൽ നിസ്കാരം മുടക്കും. യാത്രയിൽ എന്തും ചെയ്യാന്നുള്ളതാണ്. വേഷവിധാനം ശ്രദ്ധിക്കൂല, ഡ്രസ്സ് ശ്രദ്ധിക്കൂല, മര്യാദകൾ പാലിക്കൂല. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വമിനൽ അമലി മാ തർലാ. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ വത്വി അന്നാ ബഅദഹു. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ. അല്ലാഹുവേ, ഈ യാത്ര എനിക്ക് എളുപ്പമാക്കി തരണം, വളരെ ദുർബലമായ വളരെ ചെറുതാക്കി തരണം. വത്വി അന്നാ ബഅദ. അതിന്റെ ദൂരം എനിക്ക് കുറച്ചു തരണം.
ചിലപ്പം വല്ലാതെ ദൂരം കൂടും. ഒന്ന് ബ്ലോക്കായാൽ മതി എവിടെയെങ്കിലും. പണ്ട് നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഒരു വിമാനം റാഞ്ചപ്പെട്ടു. കണ്ടഹാർ അവിടെ വെച്ച് കണ്ടഹാർ വെച്ച് എന്തുണ്ടായി? ദിവസങ്ങൾ കഴിഞ്ഞാണ് ആളുകൾ വീട്ടിലേക്ക് എത്തിയത്. ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ കൃത്യം വിസന്റെ ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് ഇവിടുന്ന് വിമാനം കയറുമ്പോ എവിടെങ്കിലും ബ്ലോക്ക് വന്നാലും പ്ലേഗ് വന്നു. എത്ര ആളുകളെ യാത്ര മുടങ്ങി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, അവിടെ എത്തിയില്ല. കൊറോണ വന്ന് ഇവിടുന്ന് പോയ ആളെ അവിടെ ഇറങ്ങിയിട്ട് കമ്പനിക്ക് എത്താതെ ക്വാറന്റൈനിൽ ഒരു മാസം പാർപ്പിച്ച് അവിടെ എത്തി. നോക്കുങ്ങൾ ആ പ്രാർത്ഥനയുടെ ഒരു മഹത്വം. അതിന്റെ ദൂരം എനിക്ക് കുറച്ച് തരണം എന്നാണ്. യാത്രയുടെ ദൂരം നമ്മളൊക്കെ കണക്ക് കൂട്ടപ്പെടുന്ന കയറിയാൽ 4.5 മണിക്കൂറുണ്ട് സൗദി അറേബ്യയിൽ ജിദ്ദയിൽ ഇറങ്ങാൻ കഴിഞ്ഞോളുന്നില്ല. പടച്ചോന്റെ അപാരമായ തൗഫീഖ് വേണം. അതുകൊണ്ട് ഗൗരവമുള്ള പ്രാർത്ഥന. اللهم هون علينا سفرنا هذا وتوب عنا اللهم انت الصاحب في السفر والخليفة في الاهل. അല്ലാഹുവേ നീയാണ് എന്റെ കൂടെ യാത്ര ചെയ്യുന്ന ആൾ, എന്റെ കൂടെ ഉള്ള ആൾ. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, എന്റെ കുടുംബം നോക്കേണ്ട ആളും പടച്ചോനെ നീയാണ്. യാത്ര പോകുമ്പോൾ പലതും സംഭവിക്കാം. നാട്ടിൽ അപകടങ്ങൾ സംഭവിക്കാം, മരണങ്ങൾ സംഭവിക്കാം, നമ്മുടെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നാട്ടിൽ സംഭവിക്കാം. അതുകൊണ്ട് പടച്ചോനെ അവിടെയും നിന്നെ ഖലീഫയാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്, എന്റെ കൂടെ നീയാണുള്ളത്. അല്ലാഹുമ്മ ഇന്ന അങ്ങനെ ചോദിച്ചിട്ട് പടച്ചോനോട് പറയാം വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇസ് സഫർ വകആബത്തിൽ മൻളർ വസൂഇൽ മുൻഖലബ് ഫിൽ മാലി വൽ അഹ്ൽ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇസ് സഫർ. യാത്രയുടെ മുഴുവൻ ചടപ്പ്, നാടൻ ഭാഷയിൽ പറഞ്ഞ ചടപ്പ്, യാത്രാ ചടപ്പിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ അഭയം തേടുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അസ്സഫർ ഖിത്അത്തുൻ മിനൽ അദാബ്. യാത്ര എന്ന് പറഞ്ഞാൽ അത് ശിക്ഷയുടെ ഒരു കഷ്ണമാണ്. യംനഉ അഹദകും തആമഹു വശറാബഹു വനൗമഹു. നിങ്ങളിൽ ഒരാളുടെ ഭക്ഷണം തടയും, പാനീയം തടയും, ഉറക്കം തടയും. അതാണ് യാത്ര എന്ന് പറഞ്ഞാൽ. മര്യാദക്ക് ഉറങ്ങാൻ പറ്റൂല, മര്യാദക്ക് ഭക്ഷണം കിട്ടൂല, നേരെ ചൊവ്വേ വെള്ളം കുടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതൊരു ശിക്ഷയാണ്. അത് സഫർ, ഒരു യാത്രയിൽ ഉണ്ടാകുന്ന മുഴുവൻ പ്രയാസം. ചിലപ്പോ യാത്രാ രേഖ ശരിയായിട്ടുണ്ടാവൂല, പല പ്രയാസങ്ങളുണ്ടാവും. മോശമായ കാഴ്ചകൾ. റോട്ടിലൂടെ പോകുമ്പോ ചിലപ്പോ അപകടങ്ങൾ കാണും. അപകടത്തിൽപ്പെട്ട് വാഹനം മറിഞ്ഞു കടന്ന് കയ്യും കാലും മുറിഞ്ഞ റോഡിലിങ്ങനെ പകുതി ആയി എഴുന്നേറ്റ് നിൽക്കുന്ന പല രംഗങ്ങളും ചിലപ്പോ യാത്ര പോകുമ്പോ കാണാൻ സാധ്യതയുണ്ട്. അത് വല്ലാതെ നമ്മുടെ മനസ്സിന് പ്രയാസപ്പെടുത്തും. മോശമായ കാഴ്ചകൾ കാണാതിരിക്കണം. കാരണം അതൊന്നും ഒരു അനുഭവമാകരുതേ പടച്ചോനെ. ഖാബത്തുൽ മൻളർ, നമ്മെ ദുഃഖിപ്പിക്കുന്ന മോശമായ കാഴ്ചകളില്ലാതിരിക്കാൻ പഠിച്ചത്. ഇതൊക്കെ പഠിക്കണം. എല്ലാവരും യാത്രന്റെ ദുആ പഠിക്കണം. നമ്മുടെ ബാധ്യതയാണ്, ഒരു പ്രൈമറിയാണ്. അത് പ്രാഥമികമായി നമ്മൾ പഠിക്കണം. വസൂഇൽ മുൻഖല്ലബ്, ചീത്തയായ മടക്കം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനിവിടെ ഖുതുബക്ക് വരുന്നതിന് മുമ്പ് അതിന്റെ മേലുള്ള വെള്ളിയാഴ്ചയുടെ മേലുള്ള വെള്ളിയാഴ്ച മരണപ്പെട്ട ഒരു മയ്യത്ത് പള്ളിയിലെത്തിയത് കണ്ട് സാക്ഷ്യം വഹിച്ചാണ് ഞാനിവിടെ മെമ്പർമിൽക്ക് വന്നത്. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. 15 ദിവസം മുമ്പ് സൗദി അറേബ്യയിൽ മരണപ്പെട്ട എന്റെ സുഹൃത്തിന്റെ അനുജൻ ഒരു പെട്ടിയിൽ മയ്യത്ത് കൊണ്ടുപോകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ചെറുപ്പക്കാരനാണ്, 45 വയസ്സായിട്ട്. സൂഉൽ മുൻഖലബ്. നമ്മൾ വിചാരിച്ച പോലെയുള്ള മടക്കമല്ല. ഫിൽ മാലി വൽ അഹ്ലി വൽ ബലദ്. കുടുംബത്തില് വലിയ പെട്ടിയും പ്രമാണക്കുമായിട്ട് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ഗൾഫിൽ നിന്ന് വരുന്നത്. പക്ഷെ അവൻ തന്നെ വരുന്നത് ഒരു പെട്ടിയിലാണ്. ആലോചിച്ച് നോക്കണം. വലിയ പെട്ടിയുമായി വരുന്ന മക്കൾ കാത്തു നിൽക്കുക. വലിയ പെട്ടി ഉണ്ടാവും. വാപ്പ വരുമ്പോ വാപ്പ തന്നെയാണ് പെട്ടിയിലെങ്കിൽ ഒന്നാലോചിക്കണം. ദിവസങ്ങൾ കൊണ്ട് മാറി മറിയും. ഇന്നും വിമാനാപകടത്തിൽപ്പെട്ട മലയാളിയായ ആ സ്ത്രീയുടെ പെൺകുട്ടി സ്കൂളിട്ട് വന്നപ്പോ കേട്ട കാഴ്ച കണ്ടത്, വീട്ടിൽ മുഴുവൻ പണിതീരാത്ത വീടിന്റെ മുമ്പിൽ കൂടി നിൽക്കുന്ന ബഹുജനങ്ങളെയാണ്. സൂഉൽ മുൻഖല്ലബ്. നമ്മളൊക്കെ വിചാരിക്കാൻ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ നമ്മളൊക്കെ വിചാരിക്കും ഞാൻ ഇപ്പൊ വരട്ടോ, പോയിട്ട് വരാം.
എന്നും പറഞ്ഞ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് പോകാൻ. പക്ഷെ വീട്ടിലേക്ക് എത്തിയില്ല. സൂഉൽ മുൻഖൽബ്. അതുണ്ടാകരുത്. പടച്ചോനെ ഏൽപ്പിക്കണം. ഫിൽ മാലി വൽ അഹ്ലി വൽ ബലദ്. സൂഉൽ മുൻഖൽബ് ഉണ്ടാവരുത്. മടങ്ങി വരുമ്പോൾ വീട്ടിലാർക്കും പ്രയാസം ഉണ്ടാവരുത്. പോയ പോലെ തന്നെ വീടുണ്ടാവണം, പോയ പോലെ തന്നെ നമ്മുടെ രാജ്യം ഉണ്ടാവണം, നാടുണ്ടാവണം. അപ്പൊ ഇതൊക്കെ പ്രാർത്ഥിച്ചിട്ടേ ഒരു വാഹനത്തിൽ കയറാൻ പാടുള്ളൂ എന്നതാണ്. അതുകൊണ്ട് വാഹനം എന്ന് പറയുന്നത് മഹത്തായ അനുഗ്രഹമാണ്. ഒരിക്കലും വാഹനം കൊണ്ട് അഹങ്കരിക്കരുത്. ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാർക്കുള്ള ഒരു പ്രത്യേകത, ഒരു വാഹനം കിട്ടിയാൽ അഹങ്കാരം അതിന്റെ കൂടെ കിട്ടുന്നു എന്നതാണ്. ഫ്രീ ആയിട്ട് കിട്ടുന്നു അഹങ്കാരം. നേരെ ചൊവ്വ വണ്ടി ഓടിക്കൂല, നേരെ ചൊവ്വ പാർക്ക് ചെയ്യൂല. ആലോചിക്കൂ, ലോകത്ത് ഏത് രാജ്യത്തും പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട് വാഹന അപകടങ്ങൾ. അതിന് ഡ്രൈവർ ഇങ്ങനെ ഇറങ്ങി വന്ന് അസ്സലാമു അലൈക്കും, മറ്റോ വഅലൈക്കും അസ്സലാം, ആ കാർഡ് ഐഡന്റിറ്റി കാർഡ് എന്ന് കൊടുക്കും, കഴിഞ്ഞു. ഇവിടെ ലോകത്തുള്ള തെറി മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ടാണ് വാഹനാപകടം നടന്നാൽ. കൂട്ടരെ ഇൻഷൂർ ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ അതിന് സൗകര്യങ്ങളുണ്ട്, വർക്ക്ഷോപ്പുകളുണ്ട്, ഷോറൂമുകളുണ്ട്. എന്തിനാണ് ഈ തെറി? റോട്ടിൽ കൂടെ നടക്കുന്ന വാഹനല്ലേ. നമ്മളൊക്കെ അങ്ങനെ അറിയാതെ ദേഷ്യം വന്നുകൊണ്ട് വാഹനം ഓടിക്കാൻ. മറ്റൊരു നേരെ ചൊവ്വ സൈഡ് കൊടുക്കൂല, യാതൊരു സിസ്റ്റവും ഇല്ല. ആലോചിച്ചു, ഗൾഫ് രാജ്യങ്ങളും സമ്മതിക്കൂല. അതുകൊണ്ട് വാഹനം ഒരിക്കലും അഹങ്കരിക്കാനുള്ളതല്ല. കുട്ടികൾക്ക് വാഹനം കിട്ടിയാൽ, പ്രത്യേകിച്ച് ബൈക്കാൻ, നമ്മൾ താല്പര്യം രക്ഷിതാക്കൾക്കും ബൈക്ക് വാങ്ങിക്കൊടുക്കാനാ. എന്തിന്? SSLC ജയിച്ചവന് 18 വയസ്സായിട്ടുണ്ടാവില്ല, എല്ലാവർക്കും അറിയില്ലേ. അതിന്റെ മുമ്പ് തന്ത അവന് വാങ്ങിക്കൊടുക്കുന്നത് ബൈക്കാണ്. ലൈസൻസ് പോലും ഉണ്ടാവില്ല. എത്ര എണ്ണമാണ് കണക്കൂട്ടി നോക്കി ഇന്ന് പോയിട്ടൊന്ന് ആലോചിക്കും. നമ്മുടെ ചുറ്റുഭാഗത്ത് എത്ര എണ്ണമാണ്. ആരാണ് കുറ്റക്കാരൻ? അതിന് കുറ്റക്കാരൻ യഥാർത്ഥത്തിൽ രക്ഷിതാവാണ്. ഞാൻ ഒരിക്കൽ പറഞ്ഞു, എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത് ചെന്നപ്പോ 5-ലധികം അപേക്ഷകൾ കെട്ടിക്കിടക്കുക, ഒരാഴ്ച കൊണ്ട് കിട്ടിയതാണ്. ട്രാഫിക് പോലീസ് 25,000 രൂപ ഫൈന് ചുമത്തിയപ്പോ അത് ഒഴിവാക്കാൻ പറയാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് റെക്കമെൻഡ് ചെയ്യാമെന്ന അപേക്ഷകളാണ് 5 എണ്ണം ഒരാഴ്ച കൊണ്ട്. ആർക്ക കേസ്? രക്ഷിതാക്കൾ 25,000 രൂപ ഫൈൻ അടക്കണം എന്നാണ്. ഈ രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും എന്താണ്? ഒരു മുസ്ലിമിനെ യോജിച്ചതാണോ ഇതൊക്കെ? ഒരു മുസ്ലിമിന് പറ്റുമോ? തന്റെ മകൻ എന്ത് ജയിച്ചാലും അവന് പ്രായപൂർത്തിയാവണം, പക്വതയുണ്ടാവണം. പ്രായപൂർത്തി മാത്രം പോരാ, പക്വതയുണ്ടാവണം. ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് പറഞ്ഞു, മോനെ, വലാ തംശി ഫിൽ അർളി മർഹാ, ഭൂമിയിൽ നീ ഒരിക്കലും അഹങ്കാരത്തോടു കൂടി നടക്കാൻ പാടില്ല. അതുകൊണ്ട് വാഹനം ശ്രദ്ധിക്കണം, ഉള്ള വാഹനം ശ്രദ്ധിക്കണം. കാരണം മറ്റുള്ളവരെ പോലും അപകടത്തിൽപ്പെടുത്തുമെന്നാണ്. വിമാനം അതെപ്പോഴെങ്കിലുമൊക്കെ നടക്കണം, അങ്ങനെ സമാധാനിക്കും. നിത്യോപയോഗ വാഹനങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലോ? ചില ആളുകൾ അങ്ങനെ ഉണ്ട്, തീരെ ശ്രദ്ധിക്കില്ല. നേരെ ഓപ്പോസിറ്റ്, രണ്ടും കാണാം. ചില ആളുകളൊക്കെ വാഹനം ഭയങ്കര ശ്രദ്ധയാണ് വാഹനത്തിന്. അതുമ്പോ തന്നെ പണി, കുട്ടിനെ നോക്കണേക്കാളും വേറെ നോക്കിക്കൊണ്ടിരിക്കും. അത് വേണം, നല്ലതാണ്. ചില ആളുകൾ ഒന്നും ശ്രദ്ധിക്കൂല, എടുത്ത് ഓടിച്ചു പോവുക മാത്രം. ഇത് വഴിക്ക് നിൽക്കും. അതിന്റെ ഓയിലും നോക്കൂല, അതിന്റെ വെള്ളം നോക്കൂല, എഞ്ചിനും നോക്കൂല, ടയറും നോക്കൂല, എയറും നോക്കൂല, അങ്ങനെ ബ്രേക്കും നോക്കൂല, ഒന്നും പോകില്ല. അങ്ങനെ പോകും കുറെ ആളുകൾ. ശ്രദ്ധിക്കണം, അത് നമ്മുടെ ബാധ്യതയാണ്. കാരണം നമ്മുടെ വാഹനം കൊണ്ട് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, വാഹനമൊന്നും ഇല്ലാത്ത കാലത്തും ഒട്ടകൊക്കെ ഉള്ള കാലത്ത് നിങ്ങൾ ആരെങ്കിലും ഒരാൾ നിങ്ങൾ അമ്പ് പിടിച്ച് പള്ളിയിലോ അങ്ങാടിയിലോ വരുന്നുണ്ടെങ്കിൽ അമ്പിന്റെ മുനമ്മേ നിങ്ങളുടെ കൈ വെച്ച് അമർത്തി പിടിക്കണം എന്നാണ്, മറ്റുള്ളവനെ ദ്രോഹിക്കാതിരിക്കാൻ. അത്ര ശ്രദ്ധിക്കണം എന്നാണ്. ഇപ്പൊ നമുക്ക് വളഞ്ഞ കാലുള്ള കുട ഉണ്ടാവും, ചിലപ്പോ അതിന്റെ കമ്പി ശ്രദ്ധിക്കണം. വണ്ടിയേറ്റ് പോകുമ്പോ റോട്ടിൽ വെള്ളമാണല്ലോ, ഡ്രെയിനേജ് എന്ന സാധനം തന്നെ നമ്മുടെ നാട്ടിലില്ല. റോട്ടിൽ വെള്ളം നിൽക്കുന്നുണ്ടാവും, മറ്റവനെ തെറിപ്പിക്കരുത്, സ്പീഡ് കുറക്കണം. എത്ര ശ്രദ്ധിച്ചാലും കാര്യം കണക്ക് തന്നെയാണ് നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം. ആലോചിച്ച് നോക്കൂ, നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികൾ അങ്ങനെ വിടാൻ പാടില്ല. നിയമങ്ങൾ പാലിക്കുക. സുരക്ഷ നമുക്ക് വേണ്ടിയാണ്. സർക്കാർ ഹെൽമെറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് ധരിക്കണം. ക്യാമറക്ക് വേണ്ടിയല്ല, അതൊരു സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. സീറ്റ് ബെൽറ്റ് ഇടണം എന്ന് പറഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇടണം. വിമാനത്തിൽ പോകുമ്പോൾ തന്നെ സുരക്ഷ പാലിക്കണം. അതൊന്നും ആരും ശ്രദ്ധിക്കുക പോലുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവിടെ കയറുമ്പോ എയർ ഹോസ്റ്റസ് നമുക്ക് ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരും. അഥവാ വിമാനം അപകടത്തിൽപ്പെട്ടാൽ നമ്മളായതിനെ തീരുമാനിച്ചു നോക്കും, ബാക്കിയാവൂല. അങ്ങനെയല്ല, ആരും ശ്രദ്ധിക്കൂല. ഒരിടത്ത് വായു കിട്ടുന്നില്ലെങ്കിൽ ഇവിടുന്ന് വലിച്ചാൽ വായു കിട്ടും. സീറ്റിന്റെ അടിയിൽ ലൈഫ് വെസ്റ്റ് ഉണ്ടാവും.
അതുപോലെ തന്നെ ഇതിലെ ഇങ്ങനെ പോയ എമർജൻസി എക്സിറ്റ് ഉണ്ട് ഒക്കെ കാണിച്ചു തരും. കൂട്ടരെ രക്ഷപ്പെടും എന്നതിന്റെ തെളിവല്ലേ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടത്? അയാളുടെ ബോർഡിംഗ് പാസ് സീറ്റ് നമ്പർ 11 ഇന്ന് യൂട്യൂബില് വൈറലായിട്ട് കിടക്കാണ്. രക്ഷപ്പെടും, അയാളത് ഉപയോഗിച്ചു. ബുദ്ധിമാനാണ്. നമ്മുടെ ആൾക്കാർക്കോ ഒന്നും അറിയില്ല. അത് ശ്രദ്ധിക്കണം. സുരക്ഷാ നിർദ്ദേശങ്ങൾ ചിലപ്പം പറയും ബെൽറ്റ് ഇട്ടോളി, ബെൽറ്റ് ഇടണം. മൊബൈൽ ഉപയോഗിക്കരുത്, നിങ്ങൾ അത് ഫ്ലൈറ്റ് മോഡിൽ ആക്കി വെക്കണം. ഇതൊക്കെ അവഗണിക്കും. പ്രത്യേകിച്ച് മലയാളികൾ കൂടുതലുള്ള ഫ്ലൈറ്റിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. മലയാളികളാണ് ഇത്തരം കാര്യത്തിലൊക്കെ അലംഭാവം കാണിക്കുന്നത്. ഒരു നിയമത്തിൽ മാത്രല്ല, നിയമത്തെ ലംഘിക്കുക എന്ന് പറയുന്നത് ഒരു അഭിമാനമായി സ്വീകരിക്കുക പല ആളുകളും ചെയ്യുന്നത്. ഞാനങ്ങനെ അവിടെ നിയമമൊക്കെ ഉണ്ട്, ഞാൻ അവിടെ പോന്നു, ഞാൻ വലിയ ആളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു, ബെൽറ്റ് ഇടാനൊക്കെ പറഞ്ഞു. ആട്ടില്ല, അങ്ങനെ പറയാൻ പാടില്ല. നോക്കൂ നിങ്ങൾ. അതേപോലെ തന്നെ പാർക്കിംഗ്, വാഹനങ്ങളുടെ പാർക്കിംഗ്, പ്രത്യേകിച്ച് മരിച്ചോടത്ത് പോയാല് വല്ലാതെ കഷ്ടപ്പെടും. ഓനൊരു വലിയ വണ്ടി ഉണ്ടാവും, എല്ലാ സൗകര്യമുള്ള എയർ ബാഗും. ഓന്റെ വിചാരം എയർ ബാഗൊക്കെ ഉണ്ടായാൽ മരിക്കൂലെന്നാണ്. എയർ ബാഗും മറ്റേ സാധനവും ABS ബ്രേക്കും എല്ലാം ഉള്ള വാഹനം കൊണ്ട് മയ്യത്തിന്റെ അടുത്തേക്കാണ് പോണം ഓന്റെ കാറേറ്റ്. ആലോചിച്ച് നോക്കിയാൽ മയ്യത്തിന്റെ അടുത്തേക്ക് കാറാണ്. അവിടെ എത്ര മനുഷ്യന്മാർ ഒരു മരിച്ചോടത്ത് കുറച്ച് ദൂരെ നിർത്തി ഒരു ഓട്ടോറിക്ഷ എടുത്ത് പോയാലും കുഴപ്പമില്ല, നടന്നു പോയാലും കുഴപ്പമില്ല. ചെയ്യരുത്, നമ്മളാരും ചെയ്യരുത്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. നമുക്കൊരു വാഹനം ഉണ്ട് എന്ന് കരുതിയിട്ട് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുക. ചില ആളുകൾ നിർത്തിയാണ് പോകും. പ്രത്യേകിച്ച് ഓട്ടോറിക്ഷക്കാട് എവിടെയെങ്കിലുമൊക്കെ ഇട്ട് പോകും. അതുപോലെ ചില കാറുകാര് എവിടെയെങ്കിലുമൊക്കെ ഇട്ട് പോവുക. അപ്പുറത്തെ വണ്ടി, അതിന്റെ ഇപ്പുറത്ത് നിർത്തിയിട്ട വണ്ടി എടുക്കാൻ പറ്റുമല്ലേ നോക്കാതെ ഒരു വാഹനം നിർത്താൻ പാടില്ല. വലിയ തെറ്റല്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ഈമാനിലെ 73 ശാഖയുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ചെറുത് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കലാണ് എന്നാണ്. ഒരാൾ വണ്ടിട്ട് അർജന്റായിട്ട് എന്തെങ്കിലും അപ്പന്റെ അപ്പുറത്ത് കൊടുത്തിടുക. നല്ല ശ്രദ്ധിക്കണം, 4 ഭാഗം ശ്രദ്ധിക്കണം. സൗദി അറേബ്യയിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും പാർക്കിംഗ് പഠിപ്പിക്കണമെന്നാണ്. ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കണമെങ്കിൽ കൃത്യമായ പാർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കണം. UAE-യിലാണെങ്കിൽ നേരെ കുത്തനെ കയറ്റത്തിൽ വണ്ടി നിർത്തിയിട്ട് എടുത്തു കൊടുക്കണം. പല രാജ്യത്തും പല രൂപത്തിലാണ്. അല്ലെങ്കിൽ ലൈസൻസിന് കൊടുക്കൂല. നമ്മളോ ലൈസൻസ് കിട്ടിയില്ലെങ്കിൽ ഒരു പെണ്ണ് ഇപ്പൊ അടുത്ത് കണ്ടു ലൈസൻസ് കിട്ടാഞ്ഞിട്ട് പോലീസിന്റെ നേരക്ക് ചാടിക്കളിക്കും. ഞാൻ തൂങ്ങിച്ചാവുന്നാറിനെ ആലോചിച്ച് നോക്കിങ്ങള്. വാഹനം ഓടിക്കാൻ വയ്യാത്തൊരു പെണ്ണ് ട്രാഫിക് പോലീസ് ലൈസൻസ് കൊടുക്കാതിരുന്നപ്പോ, അല്ലെങ്കിൽ RTO ലൈസൻസ് കൊടുക്കാതെ ഞാൻ തൂങ്ങിച്ചാവുന്ന പറഞ്ഞിട്ട് വണ്ടിയുടെ മുമ്പിൽ നിൽക്കാം. ഇതൊക്കെയാണോ സംസ്കാരം? അതുകൊണ്ട് ഇത് എന്താവാൻ പാടില്ല. നമ്മളൊന്നും അലംഭാവം കാണിക്കാൻ പാടില്ല. എത്രയോ ദൃഷ്ടാന്തം, പ്രത്യേകിച്ച് വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ പാർക്കിംഗ്, അത് നമ്മുടെ വാഹനം ഒരിക്കലും ഒരു ചളി തെറിപ്പിച്ചിട്ട് പോലും ശ്രദ്ധിക്കണം. അതൊക്കെ ശ്രദ്ധിച്ചാലും സംഭവിക്കും. ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഞാൻ ചുരുക്കി പറഞ്ഞാൽ, വിമാനാപകടം പേടിക്കാനൊന്നുമില്ല. ഏറ്റവും കുറഞ്ഞ അപകടം നടക്കുന്ന സംഗതി വിമാനമാണ്. ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വമുള്ള വാഹനവും വിമാനമാണ്. പക്ഷേ ഒരു സൈക്കിൾ മുതൽ മോട്ടോർ സൈക്കിൾ മുതൽ കാർ മുതൽ ലോറി വരെ ഇതൊക്കെ ഏത് സമയത്തും അപകടപ്പെടാവുന്നതാണ്. വിമാന അപകടത്തെക്കാൾ കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നത് ഇത്തരം വാഹനങ്ങളിലൂടെയാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, വാഹനം കയറുമ്പോ എന്തെങ്കിലും പാട്ടും പാടിയിട്ട്, അല്ലെങ്കിൽ മൂളിപ്പാട്ട് പാടി, അല്ലെങ്കിൽ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞ്, അങ്ങനെയൊക്കെ ചില ആൾക്കാർ കാണാം. ആരോടും ദേഷ്യപ്പെട്ട അനാവശ്യമൊക്കെ പറഞ്ഞ് ബൈക്ക് എടുത്താൻ പോകും. അനാവശ്യം പറഞ്ഞ് കാറിന്റെ ചില്ല് താത്തിയിട്ട് അനാവശ്യം പറഞ്ഞ് അങ്ങോട്ട് പോവുക, കാറിന്ന് തുപ്പുക, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യണമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടില്. അപ്പൊ അതുപോലെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഒരു വിശ്വാസിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് വാഹനം കൊടുക്കുമ്പോ കുട്ടികളെ നന്നായിട്ട് ഉപദേശിക്കണം. കുട്ടികൾക്ക് ലൈസൻസ് ഉണ്ടാവണം. സർക്കാർ പറയുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ 100% പാലിക്കണം. അത് ഏത് യാത്രയിലും എവിടെ പറഞ്ഞാലും പറയുന്നത് പാലിക്കുന്നത് നമ്മുടെ മര്യാദയാണ്. അത് ഇസ്ലാമിക മര്യാദയാണ്. അതിനേക്കാൾ ഉപരി ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. ആ പ്രാർത്ഥന പരിശുദ്ധ ഖുർആന്റെ ഒരു ആയത്താണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലൂടെ പഠിപ്പിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും ഒക്കെ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين أما بعد اتقوا الله عباد الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات وقاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها مولاها يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم